ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കായൽ കൊഞ്ചാണ് കേട്ടോ. നല്ല വലിയ കൊഞ്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ ആണേ. ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് നടുക്കൂടെ 2 പീസ് ആക്കുവാണേ. ഇവിടെ സാധാരണ ചതച്ചാണ് ഇത് ഫ്രൈ ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിത് നടുക്കൂടെ ഇതുപോലെ 2 പീസ് ആക്കിയിട്ടുണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ചതച്ചാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു പീസ് ഫുള്ളായിട്ടും വറക്കാം. പിന്നെ ഇതിൻ്റെ തലയാണ്, അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. തോടോടുകൂടിയും ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇനി മസാല പുരട്ടാൻ പോവാണേ. 2 ചുവന്നുള്ളി ചതച്ചത്, 2 എരിവുള്ള പച്ചമുളക് ചതച്ചത്, 2 വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. പിന്നെ ഇവിടെ കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയെക്കാട്ടിലും ഇവിടെ ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കുരുമുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ശകലം വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാല എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് കൊഞ്ച് പീസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഫ്രൈ ആയാൽ അടുത്ത ഭാഗം തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്